നമസ്കാരം. സീരിയലുകൾക്കെതിരെയുള്ള പ്രേംകുമാറിന്റെ പരാമർശം വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ്. സീരിയലുകൾക്കെതിരെയുള്ള എൻഡോസൾഫാൻ പരാമർശത്തിൽ കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാറിനെതിരെ വിമർശനവുമായി KB ഗണേഷ് കുമാറും സീരിയൽ അഭിനേതാക്കളുടെ സംഘടനയായ ആത്മയും രംഗത്ത്. പരാമർശം പിൻവലിക്കണമെന്ന് ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. സീരിയൽ മേഖലയ്ക്കായി പ്രേംകുമാർ എന്ത് ചെയ്തുവെന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആത്മ തുറന്ന കത്തെഴുതിയത്. സീരിയൽ രംഗത്ത് കുറവുകളുണ്ടെങ്കിൽ അതിൽ മാതൃകാപരമായ തിരുത്തലുകൾ വരുത്തുവാൻ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്താണ് പ്രേംകുമാർ ഇപ്പോൾ ഇരിക്കുന്നത്. സീരിയലുകളുടെ കാര്യത്തിൽ ക്രിയാത്മകമായി ശ്രദ്ധ പതിപ്പിക്കാതെ വെറും കയ്യടിക്ക് വേണ്ടി മാത്രം മാധ്യമങ്ങളിലൂടെ ആരോപണങ്ങൾ ഉയർത്തിയ താങ്കളുടെ നിലപാടിനെ അപലപിക്കുന്നുവെന്നാണ് ആത്മയുടെ പ്രതികരണം. ഒരിക്കൽ സീരിയലുകൾ പ്രേംകുമാറിന്റെ ജീവിതോപാധിയായിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആത്മയുടെ കത്ത്. എന്തെങ്കിലും കുറവ് സീരിയൽ രംഗത്തുണ്ടെങ്കിൽ തന്നെ അതിന് മാതൃകാപരമായ തിരുത്തലുകൾ വരുത്തുവാൻ ഉത്തരവാദിത്തമുള്ളൊരു സ്ഥാനത്താണ് പ്രേംകുമാർ ഇരിക്കുന്നത്. ക്രിയാത്മകമായി പ്രതികരിക്കാതെ വെറും കയ്യടിക്ക് വേണ്ടി ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്ന താങ്കളുടെ നിലപാടിനെ ആത്മ അപലപിക്കുന്നു. തങ്ങളുടെ അന്നം മുട്ടിക്കുന്ന പ്രവണത കണ്ടാൽ നിശബ്ദരായിരിക്കാൻ സാധിക്കില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. സിനിമയുടെയും ടെലിവിഷന്റെയും ഉന്നമനത്തിനായുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ഉന്നത പദവി അലങ്കരിക്കുന്ന താങ്കൾ കഴിഞ്ഞ 4 വർഷത്തിനിടെ സീരിയലുകളുടെ ഉള്ളടക്കം നന്നാക്കാനോ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ ഒരു മീറ്റിംഗ് പോലും സംഘടിപ്പിച്ചിട്ടില്ല. കുടുംബത്തിലെ പ്രായമായ നല്ലൊരു ശതമാനം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഏറ്റവും കുറഞ്ഞ ചിലവിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വിനോദ ഉപാധിയാണ് സീരിയൽ. അതുപോലെ നിരവധി പേരുടെ ജീവനോപാധി കൂടിയാണ്. താങ്കളുടെ പരാമർശം ഈ ഉപജീവന മാർഗത്തിന് മുകളിൽ എൻഡോസൾഫാൻ വിതറുന്നതാണെന്നും ആത്മകത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ സീരിയലുകളുമായി ബന്ധപ്പെട്ട് പ്രേംകുമാർ നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ചില സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ മാരകമെന്നായിരുന്നു പ്രേംകുമാറിന്റെ അഭിപ്രായ പ്രകടനം. ഇതിനെതിരെ പല അഭിനേതാക്കളും രംഗത്തെത്തിയിരുന്നു. നടി സീമാജി നായർ, ഹരീഷ് പേരടി, ധർമ്മജൻ ബോൾഗാട്ടി എന്നിവർ പ്രേംകുമാറിന്റെ പരാമർശത്തിനെതിരെ ശക്തമായി നിലപാടെടുക്കുകയും രംഗത്തു വരികയും ചെയ്തിരുന്നു. സിനിമയും സീരിയലും വെബ് സീരീസുമെല്ലാം ഒരു വലിയ ജനസമൂഹത്തെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും അത് പാളിപ്പോയാൽ ഒരു ജനതയെ തന്നെ അപജയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് കല സൃഷ്ടിക്കുന്നവർക്കുണ്ടാകണം. എല്ലാ സീരിയലുകളെയും അടച്ചാക്ഷേപിക്കുകയല്ലെന്നും കലാകാരന് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താൻ സിനിമയിൽ സെൻസറിംഗ് ഉണ്ട്, എന്നാൽ ടെലിവിഷൻ സീരിയലുകൾക്കില്ല. എന്നാൽ ഇതിന് മറുപടിയായി സീമാജി നായർ മാധ്യമങ്ങളോട് പറഞ്ഞത് 100 കണക്കിന് എപ്പിസോഡുകൾ എങ്ങനെയാണ് സെൻസറിങ്ങിന് അയക്കാൻ സാധിക്കുക എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. അതിന് ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്നും സീമാജി നായർ പറയുന്നു. ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നത് ആ ദിവസം തന്നെ സംപ്രേഷണം ചെയ്യുന്നുവെന്നാണ് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നതെന്നും പ്രേംകുമാർ പറഞ്ഞുകൊണ്ട് അതിനിടെ സെൻസറിങ്ങിന് സമയമില്ല, കുടുംബ സദസ്സുകളിലേക്കാണ് ടെലിവിഷൻ സീരിയലുകൾ എത്തുന്നത്, ഇത് കണ്ട് വളരുന്ന കുട്ടികൾ ഇതാണ് ജീവിതം, ഇങ്ങനെയുള്ള മനുഷ്യബന്ധങ്ങൾ എന്നൊക്കെയാണ് കരുതുന്നതെന്നുമായിരുന്നു പ്രേംകുമാറിന്റെ പരാമർശം. അത്തരത്തിലൊരു കാഴ്ചപ്പാടുണ്ടാകുന്ന തലമുറയെക്കുറിച്ചുള്ള ആശങ്കയാണ് താൻ പങ്കുവയ്ക്കുന്നതെന്നും കല കൈകാര്യം ചെയ്യുന്നവർക്ക് ആ ഉത്തരവാദിത്തം വേണമെന്നുമായിരുന്നു പ്രേംകുമാറിന്റെ പ്രതികരണം. എന്തായാലും സീരിയൽ മേഖലയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രേംകുമാറിന്റെ വിവാദ പ്രസംഗം. എന്തായാലും അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ ആത്മപ്രതികരണവുമായി എത്തിയിരിക്കുന്നു. പ്രേംകുമാർ തന്റെ എൻഡോസൾഫാൻ പരാമർശം പിൻവലിക്കണമെന്നാണ് KB ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നതരുടെ പ്രതികരണം.